ഇതുപോലൊരവസ്ഥ ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവരുത്. എൻഫേസ് മൈക്രോ ഇൻവെർട്ടർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1.5 വർഷം മുമ്പ് അല്ലേ വെച്ചിട്ടുള്ളത്. അവിടെ നമ്മളിപ്പോൾ ഇതാ ഒരു ഇൻവെർട്ടറും കൂടി വെച്ചു, സ്ട്രിങ് ഇൻവെർട്ടറും കൂടി വെച്ചു. അതിൻ്റെ കാരണം നമ്മൾ മുനീർക്ക് തന്നെ പറയും. നമ്മളെ മുനീർക്കയാണ്, മക്കരവറമ്പ്. ഒരുപാടായി നമ്മൾ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളെ പരിധിയിൽ തന്നെ കേട്ടോ, അടുത്ത തന്നെയാണ്. ഇതിൻ്റെ വിഷയം നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും. അതായത് 3 കിലോ വാട്ടിന്റെ പിന്നെ മൈക്രോ ഇൻവെർട്ടർ വെച്ചത്. പിന്നെ നമുക്ക് ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് ആ 3 കിലോ വാട്ട് നമുക്ക് ഏകദേശം ബറാബറാ വരുന്നത്. ഉപയോഗം ഉൽപാദനമൊക്കെ ഒരേ ഇതായത് കാരണം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതിനെ അന്വേഷിച്ചപ്പോ പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. IQ 7A ആണ്. IQ 80P ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന് നടക്കുന്നത്. ഇവര് വെച്ചിട്ട് എത്ര ആയിട്ടുള്ളൂ? 1.5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവർ ഈ മൈക്രോ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രധാന കാര്യം ഒന്നും മരങ്ങളുടെ തടസ്സം നമുക്കൊരു 70-80% ഇല്ല കേട്ടോ, അത് വേറെ വശം. പക്ഷെ അത് ഇവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനു വേണ്ടി നമ്മൾ തേടി അന്വേഷിച്ച് നോക്കുമ്പോൾ IQ നമ്മൾ 8P നമുക്ക് ഇതിന് സൂട്ടാവില്ല. ഈ എൻവോയിൽ ഇത് നമുക്കിത് കണക്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ സാധനം? ഇത് ഒരുപാട് ആളുകൾ, ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാനിപ്പോൾ ഒരു യൂട്യൂബേഴ്സാണ്, സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതാണ്. ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ പെറുക്കി ഇങ്ങനെ വെക്കാം, നമ്മളെ മൈക്രോ ഇൻവെർട്ടർ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകാം. ഈ ഒരു പ്രതീക്ഷയിലല്ലേ നിങ്ങൾ വെച്ചത്? ഓക്കെ, അത് കഴിയില്ല. നമ്മൾ പൊതുവായിട്ട് ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആട്ടോ. കാരണം ഒരുപാട് ഇതിന് പ്രൈസും കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു മൈക്രോ ഇൻവെർട്ടർ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടുതലാണ്. അതിക്കും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ നമുക്കൊരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സ്ട്രിങ് ഇൻവെർട്ടർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ച് കപ്പാസിറ്റി കൂടിയുള്ളത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 5 ആക്കി മാറ്റുക. അവിടെയും നമുക്ക് കുറച്ച് ദോഷമുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾ ഇപ്പം നമ്മൾ 5 കിലോട്ട് ഭാവിയിൽ വെക്കാം, 3 കിലോട്ട് നമ്മൾ ഇൻവെർട്ടർ 5 കിലോട്ട് ഇൻവെർട്ടർ വെക്കും, 3 കിലോട്ട് പാനൽ വെച്ചിട്ട് 1 വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പാനൽ ആഡ് ചെയ്യാൻ കിട്ടും. മറ്റേത് പാനലുകൾ ഇപ്പോൾ 585 ആണെങ്കിൽ ചിലപ്പോൾ 750 വാട്ട് വരും. അത് തമ്മിൽ ആംബിയറും തമ്മിൽ അത് ഇതിലും അങ്ങനെ തന്നെ വന്നത്. ഇതിലും അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഒരു പരിധി വരെയൊക്കെ. കുറച്ച് 550 പിന്നെ വാട്ട്സേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഉള്ളത് 585 600 വാട്ട് പറ്റും. പക്ഷെ ഇതില് തമ്മിൽ കണക്ട് ആവില്ല. ഇതിന്റെ ഒരൊറ്റ കാരണത്താലാണ് കേട്ടോ ഇവർക്ക് 3 കിലോ വാട്ട് ഇപ്പൊ അവിടെ നിലവിലുള്ളത്. ഒരു 2 കിലോ വാട്ടും കൂടി നമ്മൾ സെപ്പറേറ്റ് സ്ട്രിങ് ഇൻവെർട്ടർ. ഇപ്പൊ ഒരു ക്ലൗഡിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ക്ലൗഡിയാണല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന് നോക്കൂ, 717 വാട്ട് ഇപ്പൊ നമുക്കിവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇത് പിന്നെ അതിൽ എന്താ വെച്ചാൽ നമുക്ക് 2 ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മളെ വർക്കിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും കുറ്റവും ഗുണമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. വർക്കൊക്കെ കറക്റ്റ്. പക്ഷേ നമ്മളെ എന്താ പറയാ, നമ്മളെ ആൾക്കാർ തന്നെയാണ്, അവർ തന്നെ അതിൻ്റെതായ രീതിയിൽ നല്ല ആൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പറ്റാത്തതുകൊണ്ടാട്ടോ ഇതിൽ ഈ ഒരു സംഭവം പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഇപ്പം നമ്മൾ IQ 8P നമ്മൾ എടുത്തു. ഇനി ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ മാറും. ഇത് ഞങ്ങൾ കമ്പനിയിൽ ഒരുപാട് എല്ലാ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് എടുത്ത പ്ലാനാണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്, IQ 7 നമുക്ക് കിട്ടും. പഴയ എവിടുന്നെങ്കിലും തപ്പി പിടിച്ചാൽ എവിടെയെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കിട്ടും സാധനം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ 585 അല്ലെങ്കിൽ 600 വാട്ടിന്റെ ടോപ്പ് കോണിന്റെ പാനലൊന്നും അതിൽ ആഡ് ചെയ്യാൻ പറ്റൂല. ഒരു 450 500 വാട്ട് മാക്സിമം പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഴയ അപ്ഡേഷനിലേക്ക് നമ്മൾ പോകണം. ഞാൻ സംസാരിച്ചു അവരുടെ കമ്പനിയായിട്ട്, ഞാൻ 1 മണിക്കൂർ ഇരുന്ന് അവരോട് സംസാരിച്ചു. ഞങ്ങളും ഒരു ദിവസം ഫുള്ള് ഇതിന്റെ കാര്യങ്ങള് അടിച്ചു പെറുക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഓപ്ഷനും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിങ് വെക്കുക, അല്ലെങ്കിൽ ഇത് സെയിം പഴയ മാതിരി 550 പാനൽ സെർച്ച് വെക്കുക. അപ്പോൾ പൊതുവായിട്ടുള്ള ആളുകളോട് പറയണം, വേഗം വണ്ടി ചെന്ന് എനിക്കിങ്ങനെ പാനലുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം. അതിനും കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് കേട്ടോ. 3 ഫേസ് സിംഗിൾ ഫേസിലെ ആളുകൾക്ക് 5 കിലോട്ട് മാത്രമേ പറ്റുള്ളൂ. 3 ഫേസിലെ ആളുകൾക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് 5 കിലോട്ടും ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേപ്പേഴ്സും കുറേ ഫോർമാലിറ്റീസ് KSBയിലുണ്ട്. അല്ലാതെ വണ്ടി ചെന്നിട്ട് ഒരു ഇൻവെർട്ടറും ഒക്കെ ഒരു പാനലും ഒക്കെ കാര്യങ്ങളൊന്നും നടക്കണ കാര്യം ചിലവ് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു അതിന്റെ ഇൻവെർട്ടറിന് തന്നെ 10 രൂപ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിലേറെ സ്ട്രിങ് ഇൻവെർട്ടർ കുറച്ച് വലുത് കൂട്ടിയാൽ വിഷയം. നിങ്ങൾക്ക് മനസ്സിലായല്ലേ എക്സ്പീരിയൻസിൽ? ഓക്കെ, ഇവിടെ ഇരുന്നിട്ടാവാം. ഓക്കെ, ഇത് നമ്മൾ മൈക്രോ ഇൻവെർട്ടറുകൾ ഇതായിരിക്കുന്നു. ഈ 6 പാനലിന് കേട്ടോ, താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തത് 585 N ടൈപ്പ് ടോപ്പ് കോൺ കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ സ്ട്രിങ്ങിന് വെച്ചിട്ടുള്ളത്. വിഷയം നിങ്ങൾക്ക് താഴെ അറിയാലോ. അപ്പോൾ ഇതിന് നമുക്ക് സൂട്ടാവാത്തതിൻ്റെ കാരണമാണല്ലോ സെപ്പറേറ്റ് നമ്മൾ സ്ട്രിങ്ങിങ്ങായിട്ട് അവിടെ കൊടുത്തു. ഒരു പാനൽ കൂടി അതിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ആ ലൈനിയർ അറസ്റ്റർ ആ സൈഡിലാണ് കൊടുത്തിരുന്നത്. ശരിക്കും നമ്മൾ കിഴക്ക് പടിഞ്ഞാറിന് ദർശനത്തിന് ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവർ മൈക്രോ ഇൻവെർട്ടറിൽ നോക്കുമ്പോൾ ആ ഒരു സൈഡ് എന്നും കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് ബാക്കിലേക്ക് വെച്ചപ്പോൾ ഒരു തരി
പ്രൊഡക്ഷൻ അതിൽ മാറ്റം വന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ടെക്നീഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ.